Now we'll move on to Module 2. Module 2 comprises analysis and design of flexible pavement. So in that first we'll see the stresses and deflection in homogeneous masses, Burmister's 2-layer and 3-layer theories, wheel load stresses, ESWL of multiple wheels and repeated loads and EWL factors. These much we'll see now. So first we'll see what is the stresses in homogeneous masses. First, Bouwsner's theory was the accepted theory. In 1885, Bouwsner analyzed the distribution of stresses in an ideal, elastic, homogeneous and isotropic solid obeying Hooke's law and presented equation for horizontal and vertical stresses in a material under the load. സോ ആദ്യം നമ്മൾ എടുത്ത കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബൗസ്നസ് എക്വേഷൻ ആണ്. സോ ബൗസ്നസ് എക്വേഷൻ നമ്മൾ അറിയാം, ഒരു ബൾബ് ഫോർമേഷൻ ഇൻ ജിയോടെക് യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ്. ബൗസ്നസ് തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു ബൾബ് ഫോർമേഷൻ പോലെയാണ്. നമ്മൾ അതിൽ നിന്ന് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ സ്ട്രെസ്സസ് ഡിറ്റർമൈൻ ചെയ്തു. Vertical stresses under a load at any horizontal section, it decreases from the maximum at the point located directly beneath the load to zero at a very large distance from this point. That is, if you are seeing this bulb deformation, ഇതാണ് ഈ ബൾബ് ഫോർമേഷൻ വരുന്നത്, വെർട്ടിക്കൽ സ്ട്രെസ്സസ്. ഇതാണ് നമ്മൾ സീ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ബൾബ്. സോ ഇവിടെ നിന്ന് ഇത്രയും ഇവിടെ നിന്ന് കൂടുതൽ കുറഞ്ഞു വരും, ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ആ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ഡിക്രീസ്. ഓക്കെ, വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ഡിക്രീസ്. ദിസ് ഇസ് ദി ബൾബ് ഫോർമേഷൻ. സോ ആ ബൗസ്നസ് തിയറി വെച്ചിട്ട് വെർട്ടിക്കൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P ഇൻറ്റു 1 - ZQ ബൈ A² + Z² ദ ഹോൾ റേസ് ടു 3/2. അതുപോലെ തന്നെ റേഡിയൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ. സിഗ്മ എക്സും സിഗ്മ വൈയും സിഗ്മ ഇസഡും കിട്ടി. ഇതിനകത്ത് P എന്ന് പറയുന്നത് അപ്ലൈഡ് പ്രഷർ ഓർ യൂണിറ്റ് ഏരിയ, A എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി സർക്കുലർ ലോഡഡ് പ്ലേറ്റ്, ടോട്ടൽ ഏരിയ ആയിരിക്കും, റേഡിയസ് ആയിരിക്കും. ദാറ്റ് ഈസ് ദി A. 2A വിൽ ബി ദി ഡയമീറ്റർ. ഇസഡ് എന്ന് പറയുന്നത് ഡെപ്ത്ത്. നമ്മൾ ഈ പ്രഷർ ബൾബ് ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് പോകുന്ന ഡെപ്ത്താണ് ഇസഡ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദി 2A, ദാറ്റ് ഈസ് ദി ഡയമീറ്റർ. Then mu is the Poisson's ratio, that is approximately equal to 0.5, and modulus of elasticity is E. So the vertical displacement at the surface under the center of applied load is given by delta is equal to 2PA into 1 minus mu square by E. mu എന്ന് പറയുന്നത് 0.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് 1.5 PA by E എന്ന് കിട്ടും, വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു 1.18 PA by E. 1.5 ഉപയോഗിക്കുന്നത് ഫ്ലെക്സിബിൾ പ്ലേറ്റിന്, 1.18 ഉപയോഗിക്കുന്നത് റിജിഡ് പ്ലേറ്റിന്. Okay, so this is the concept of Bouwsner's theory. Bouwsner's theory വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണ് റിലേഷൻസ് വരുന്നത്. പക്ഷേ ബൗസ്നസ് തിയറിക്ക് നമുക്ക് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ദീസ് ആർ ദി ഡ്രോബാക്സ്. സോ ഈ ഡ്രോബാക്സ് നികത്താൻ വേണ്ടിയിട്ടാണ് വി ഹാവ് അപ്രോച്ച് അനദർ ലെയർ, ദാറ്റ് ഇസ് ദി Burmister's theory. Burmister proposed an analysis of two-layer system, the top layer of finite thickness and bottom layer of semi-infinite mass. സോ 2 ലെയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ടോപ്പ് ലെയർ എന്ന് പറയുന്നത് ഫൈനൈറ്റ് തിക്നെസ് ആയിരിക്കും, ഒരു നോൺ തിക്നെസ് ആയിരിക്കും. ബോട്ടം ലെയർ വിൽ ബി എ semi-infinite mass. The top layer represents the surfacing base and the sub-base course, whereas the bottom layer represents the subgrade soil. ഓക്കെ, സോ ഇതാണ് ബോട്ടം ലെയർ. 2 ലെയർ ഉണ്ട്. ടോപ്പ് ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ബാക്കി ബേസ് കോഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ബേസ്, സബ് ബേസ്, പിന്നെ വെയറിംഗ് കോഴ്സ്, സർഫസ് കോഴ്സ് വരുന്നതാണ് ടോപ്പ് ലെയർ. പേവ്മെൻറ്റ് ലെയറാണ് ടോപ്പ് ലെയർ. ബോട്ടം ലെയർ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് തിക്നെസ് ആണ്, താഴേക്കുള്ള സോയിൽ, സബ് ഗ്രേഡ് ലെയറാണ് ബോട്ടം ലെയർ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദി പ്രഷർ P. 2A ആണ് അതിൻ്റെ ഡയമീറ്റർ വരുന്നത്. സോ A is the radius. പിന്നെ പേവ്മെൻറ്റ് ലെയർ, ഇവിടെയുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് E1, താഴേക്കുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് E2. സോ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് FW ഇൻറ്റു 1.5 PA by E2, ദാറ്റ് ഈസ് ദി ഡെൽറ്റ. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിന് 1.5, മറ്റേ റിജിഡ് പേയ്മെൻറ്റിന് 1.18 വരും. FW എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടറാണ്. ബാക്കി എല്ലാ നൊട്ടേഷൻസും സെയിം ആസ് ദി എബവ്. P എന്ന് പറയുന്നത് ലോഡ് ഇൻറ്റൻസിറ്റി, A എന്ന് പറയുന്നത് റേഡിയസ്, E2 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദി സബ് ഗ്രേഡ് ലെയർ,
താഴത്തെ ലെയറാണ് E2 പറയുന്നത്. FW is the displacement factor. Displacement is limited to 5 mm for flexible pavements. So 5 mm കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആവാൻ പാടില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ നമുക്ക് കിട്ടുന്നത് ഈ ഒരു കേർവിൽ നിന്നാണ്. തിക്നെസ് ഓഫ് ദി ടോപ്പ് ലെയർ, അതായത് ടോപ്പ് ലെയറിൻ്റെ തിക്നെസ്സും പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടറുമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഏത് കേർവാണോ അതിൽ നിന്ന് എടുക്കുക, ദാറ്റ് ഈസ് E1/E2 റേഷ്യോ വെച്ചിട്ടാണ് ഈ ഓരോ കേർവും വരുന്നത്. സോ അതിനനുസരിച്ച് ഏത് കേർവാണെന്ന് വെച്ചാൽ എടുക്കുക. ദിസ് റേഷ്യോ ഇസ് ഗിവൺ ആസ് E1/E2. ആ റേഷ്യോ വെച്ചിട്ടാണ് ഈ ഓരോ കേർവ്സും വരുന്നത്. സോ നമുക്കുള്ള തിക്നെസ് ഓഫ് ടോപ്പ് ലെയർ എവിടെയാണോ വരുന്നത് അത് ആ പോയിന്റ് വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഫാക്ടർ FW. സോ അത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഡിസൈൻ ദി തിക്നെസ് ഓഫ് എ ഫ്ലെക്സിബിൾ പേവ്മെൻറ്റ് ബൈ ബർമിസ്റ്റേഴ്സ് 2-layer തിയറി അനാലിസിസ് ഫോർ എ വീൽ ലോഡ് ഓഫ് 40 kN ആൻഡ് എ ടയർ പ്രഷർ ഓഫ് 0.5 MN/m². Modulus of elasticity 150 MN/m² and that of subgrade 30 MN/m². സോ അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ്സ് കണ്ടുപിടിക്കാം. സോ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്കുള്ള ഇക്വേഷൻ എന്താ? ഫ്ലെക്സിബിൾ പേയ്മെൻ്റ് ആണ്. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു FW × 1.5 PA/E2. സോ P നമുക്ക് കണ്ടുപിടിക്കണം. P എന്ന് പറയുന്നത് ടയർ പ്രഷറാണ്. That is given as 0.5 × 0.5 MN/m² എന്ന് നമുക്കറിയാം. പിന്നെ നമുക്ക് റേഡിയസ് അറിയില്ല. അടുത്ത ടേം A ആണ്. റേഡിയസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പക്ഷേ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ലോഡ് തന്നിട്ടുണ്ട്. സോ ടയർ പ്രഷർ ഇസ് ഈക്വൽ ടു വീൽ ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. സോ ടയർ പ്രഷർ നമുക്കറിയാം, ലോഡ് അറിയാം. A എന്ന് പറയുന്നത് π × A². ക്രോസ് സെക്ഷൻ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ π × A², πr². സോ അതിൽ നിന്ന് നമുക്ക് A കിട്ടും. സോ നമുക്ക് ഇക്വേഷനിൽ P കിട്ടി, A കിട്ടി. E2 is given in the question. സബ്ഗ്രേഡ് ലെയറിൻ്റെ E2 എന്ന് പറയുന്നത് 30 MN/m². അത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? FW വേണം. FW വേണമെങ്കിൽ we need the ratio E1/E2. 150/30, 5 നമുക്കറിയാം. ഇനി പേവ്മെൻറ്റ് തിക്നെസ് എന്ന് പറയുന്നത് 2 times A ആണ്. സോ A 16, സോ 32 cm ആണ് പേവ്മെൻറ്റ് തിക്നെസ്. സോ E1/E2 5ഉം പേവ്മെൻറ്റ് തിക്നെസ് 2A, ദാറ്റ് ഈസ് 32 cm. നമുക്ക് ഈ കേർവിൽ നിന്ന് വിൽ ഗെറ്റ് FW വാല്യൂ. E1/E2 5. സോ 5 എന്നുള്ള കേർവ് എടുക്കുക. ദിസ് വിൽ ബി ദി കേർവ്. ആ കേർവിൽ 2A വാല്യൂ 16 ആണ്. സോ 16 ഇവിടെ എവിടെയെങ്കിലും വരും. അത് വെച്ചിട്ട് ആ വാല്യൂ കണ്ടുപിടിക്കാം. So you will get FW as 0.43. ഇനി ഡെൽറ്റ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.172 cm. ദാറ്റ് ഈസ് മാക്സിമം സെറ്റിൽമെൻറ്റ് നമുക്ക് എത്രയാണ്? 5 mm ആണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് 0.5 cm ആണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. സോ ദിസ് ഇസ് ലെസ് ദാൻ ദിസ്. സോ ദ ഡിസൈൻ ഇസ് സേഫ്. സോ ദാറ്റ് ഈസ് ദ തിങ് റിഗാർഡിംഗ് ദി 2-layer അനാലിസിസ്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് 3-layered അനാലിസിസിലോട്ടാണ്. 3-layered അനാലിസിസ് എന്ന് പറയുന്നത് 3 ലെയേഴ്സ് ഉണ്ടാവും. ഫസ്റ്റ് ലെയർ, ടോപ്പ് ലെയർ എന്ന് പറയുന്നത് ഓൾ ദി ബിറ്റുമിനസ് ലെയേഴ്സ് ടേക്കൺ ടുഗെദർ. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ്സ് ദി അൺബൗണ്ട് റോഡ് ബേസ് ആൻഡ് ദി സബ് ബേസ്. അതായത് ബേസും സബ് ബേസും ആണ്. ബിറ്റുമിൻ ലെയേഴ്സിൽ പെടില്ല. സോ ബിറ്റുമിൻ ലെയറും സബ് ബേസും രണ്ടായിട്ട് തിരിക്കും. തേർഡ് ലെയർ എന്ന് പറയുന്നത് സബ് ഗ്രേഡ് തന്നെ. സോ ദിസ് ഇസ് ദി 3-layer അനാലിസിസ്. ആദ്യത്തെ ലെയർ ബിറ്റുമിനസ് ലെയർ, രണ്ടാമത്തെ ലെയർ സബ് ബേസും അൺബൗണ്ട് റോഡ് ബേസും, പിന്നെ തേർഡ് ലെയർ സബ് ഗ്രേഡ്. The materials in the 3 layers are assumed to be elastic and their mechanical property is characterized by the modulus of elasticity E. The loading is assumed to be uniformly distributed over a circular contact area. So the first layer, second layer, third layer. 2A P ഇതുണ്ടാവും. ഹൈറ്റ് H1 ഉം H2 ആയിട്ട് എടുത്തു. E1, E2, E3 മൂന്നെണ്ണം ഉണ്ടാവും. സിഗ്മ Z1, സിഗ്മ Z2, സിഗ്മ R1, സിഗ്മ R2, സിഗ്മ R2 ഡാഷ്, സിഗ്മ R3. റേഡിയൽ സ്ട്രെസ്സസും വെർട്ടിക്കൽ സ്ട്രെസ്സസും, ഹൊറിസോണ്ടൽ സ്ട്രെസ്സസും വെർട്ടിക്കൽ സ്ട്രെസ്സസും. So the following non-dimensional parameters are used in the analysis of the system. A1 is equal to A by H2 and capital H is equal to H1 by H2. K1 is equal to E1 by E2. K2 is equal to E2 by E3. നമ്മൾ മറ്റേ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് E is equal to 10 times CBR.
CBR വാല്യൂൻ്റെ 10 ടൈംസ് ആണ്. സോ ഡിസൈൻ എന്ന് പറയുന്നത്, പ്രൊസീജിയർ എന്ന് പറയുന്നത്, ആദ്യം തന്നെ വീൽ ലോഡും കോൺടാക്ട് പ്രഷറും ഡിറ്റർമൈൻ ചെയ്യാം. ദെൻ സെലക്ട് എ പേയ്മെൻറ്റ് വിത്ത് എ ടോപ്പ് ബിറ്റുമിനസ് ലെയർ ഓഫ് തിക്നെസ് H1 ആൻഡ് എ ബോട്ടം ലെയർ ഓഫ് ഗ്രാനുലാർ ബേസ് ഓഫ് തിക്നെസ് H2. ഇവാലുവേറ്റ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഓൾ ദി 3 ലെയേഴ്സ്. 10 ടൈംസ് CBR വെച്ചിട്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കാം. Calculate the vertical and horizontal stresses and strains at the two interface from the standard tables. Compare the stresses and strains with the allowable values for the material selected. Make adjustments if necessary. So this is how you do the 3-layer theory. 3-layer theory problem namukku exam കഴിഞ്ഞിട്ട് ചെയ്യാം. Now you study only the what is the difference between 2-layer and 3-layer and 2-layer ന്റെ problem പഠിക്കുക.